ഹായ് ഫ്രണ്ട്സ്, പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയെ പോലീസ് കൊണ്ടുപോയതിന്റെ പേരിലാണ് ഗോപിനാഥിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വിജയമ്മ എല്ലാവരോടും പറയുന്നുണ്ട്. അത് കേട്ട് വിശാൽ പറയുന്നു, വിഷമിക്കേണ്ട അച്ഛാ, പാർവതിയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതൊക്കെ ആ DVSP പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. അത് കേട്ട് പ്രഭാവതിയും ജാസ്മിനും ജതിനും പ്രതാപനും ഒന്ന് ഞെട്ടി. പഴുതടച്ച് ഒരു അന്വേഷണം നടത്തിയാൽ വാദി പ്രതിയാകും എന്നും വിശാൽ അവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് പറയുന്നു, അതുകൊണ്ട് ഇനി അച്ഛൻ പേടിക്കേണ്ട. അത് കേട്ട് പെട്ടെന്ന് പ്രഭാവതി അവരുടെ മുന്നിൽ നിന്ന് പോകുകയാണ്. ജാസ്മിനോട് ഗാർഗി സന്തോഷത്തോടെ പറയുന്നു, ജാസ്മിനെ, പാർവതി വരുന്നത് കാണാൻ ഞാൻ എത്ര കൊല്ലം ഗേറ്റിലേക്ക് നോക്കി നിൽക്കണമെന്നാണ് നീ പറഞ്ഞത്? 5 അതോ 6? എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല, ഒന്നുകൂടി പറയുമോ? എന്നാൽ ചമ്മിയതുപോലെ നിൽക്കുകയാണ് ജാസ്മിൻ. ഗാർഗി വീണ്ടും ജാസ്മിനോട് പറയുന്നു, എല്ലായിടത്തും തോൽക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ ഒരു ജന്മം. നീ എന്നോട് പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഷോപ്പിങ്ങിന് പോയ ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരാനല്ല വിശാൽ ബ്രോ പോയിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു ക്രിമിനലിനെ കൂട്ടിക്കൊണ്ട് വരാനാണെന്നും അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നും അല്ലേ? ഷോപ്പിങ്ങിന് പോയ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്ന ലാഘവത്തിലാണ് വിശാൽ ബ്രോ പാർവതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. എന്റെ വിശാൽ ബ്രോയെ ഒരു ഹീറോയാണ്. ഹീറോ സ്നേഹിക്കുന്നത് നിന്നെ പോലെ വില്ലത്തിയല്ല, ഹീറോയിനെ തന്നെയാണ്. ഇവളാണ് ഹീറോയിൻ എന്ന് പാർവതിയെ ചൂണ്ടിക്കാട്ടി ഗാർഗി പറയുന്നു. ശ്രീമതി പാർവതി വിശാൽ, നീ ഈ കഥയുടെ അവസാനത്തിലെ നായികയുടെയും നായകന്റെയും അടിയും ചവിട്ടും ഒക്കെ കിട്ടി ചോര ഒലിപ്പിച്ച് കിടക്കാൻ കിട്ടിയ ഒരു വെറും പ്രതി നായിക. അത് കേട്ട് ദേഷ്യത്തോടെ ജാസ്മിൻ അവിടെ നിന്ന് പോയി. ഗോപിനാഥിനോട് വിജയമ്മ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട മോനെ, പാർവതി തിരിച്ചു വന്നില്ലേ? ഒന്നുമില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞ് പാർവതിയും വിശാലും ഗോപിനാഥിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും ജാസ്മിനും ജതിനും കൂടി മുറ്റത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് അവിടേക്ക് പ്രതാപൻ വന്നിട്ട് പറയുന്നു, അതെ, വെറുതെ ഇങ്ങനെ വീട്ടുമുറ്റത്ത് നിന്ന് വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും തീരുമാനിക്കണം. പാർവതിയെ സപ്പോർട്ട് ചെയ്ത അരവിന്ദനല്ല ആന്റിക്ക് പരിചയമുള്ള DVSP ആണ് പാർവതിയെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് സെൻട്രൽ ജയിലിൽ അവൾക്കൊരു ഉറപ്പായെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് വിശാലിന്റെ കൂടെ അവളുടെ ഒരു എൻട്രി. അവൾ വീണ്ടും നമ്മളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ആന്റി എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, തെളിവെല്ലാം അവൾക്കെതിരാണെന്ന് DVSP തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് നടന്നത്. വിശാല് പോയി എന്ത് മായാജാലവ കാണിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ജിതൻ പറയുന്നു, അതിനെപ്പറ്റി ഇനി സംസാരിച്ചിട്ട് എന്ത് ആന്റി കാര്യം? അവള് വീണ്ടും നമ്മളെ തറ പറ്റിച്ചു, ആ സത്യം അംഗീകരിക്കണം. എന്നിട്ട് അടുത്ത നീക്കം പ്ലാൻ ചെയ്യണം, വീണ്ടും പരാജയപ്പെടണം. കുറെ പ്ലാനിങ്ങും കണക്ക് കൂട്ടലും. പാർവതിയുടെ കൂടെ ടോമാഞ്ചർ കളിക്കാനല്ലല്ലോ ജാസ്മിൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ജതിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, വിവാഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നാണോ ഏട്ടൻ പറയുന്നത്? തിടുക്കം കാണിക്കേണ്ട ഏട്ടാ, ഇനിയും മണ്ഡപത്തിലേക്ക് പോയി നാണം കെടാൻ എനിക്ക് വയ്യ. നമ്മുടെ പ്ലാനിങ്ങിൽ എവിടെയാണ് പിഴവ് പറ്റിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് പരിഹരിക്കണം. അതിനുശേഷം മതി വിവാഹകാര്യവുമായി മുന്നോട്ട് പോകുന്നത്. പ്രഭാവതി ചോദിക്കുന്നു, നമ്മുടെ പ്ലാനിങ്ങിന്റെ പിഴവ് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണോ നീ വിചാരിച്ചത്? ജാസ്മിൻ പറയുന്നു, അതല്ലേ കാരണം, ആന്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശാൽ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ മണ്ഡപത്തിൽ അരവിന്ദൻ അങ്കിളിന്റെയും ആന്റിയുടെയും മുന്നിൽ വെച്ചാണ് പാർവതി അങ്ങനെയൊരു നീക്കം നടത്തിയത്. അല്ല, ആന്റിക്കും അങ്കിളിനും എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? പ്രതാപൻ പറയുന്നു, ഇനിയിപ്പോ എന്റെ തലയിൽ വെച്ചോ, ആ സമയത്ത് ഞാൻ ആ ഏരിയയിലെ ഉണ്ടായിരുന്നില്ലല്ലോ. പോലീസിന്റെ വരവറിഞ്ഞ് മുങ്ങിയതല്ലേ എന്ന് ജിതൻ ചോദിക്കുന്നുണ്ട്. ആന്റിയുടെ കൺവെട്ടത്തുനിന്ന് അവൾ എങ്ങോട്ട് പോയിട്ടില്ല. ആന്റി വീട്ടമ്മ കളിക്കുമ്പോൾ അവള് വേലക്കാരി കളിക്കുന്നു. ആ വേഷത്തിൽ നിന്നുകൊണ്ട് അവൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അവസാന നിമിഷം അവള് തോറ്റുപോയത് ജാസ്മിന്റെ മിടുക്കൊണ്ടാ. പ്രതാപൻ പറയുന്നു, പക്ഷേ DVSP സാറ് നേരിട്ട് വന്ന് അവളെ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ, അത് ചേച്ചിയുടെ മിടുക്കല്ലേ? ജാസ്മിൻ ചോദിക്കുന്നു. എന്നിട്ട് എത്ര ദിവസം അവള് ജയിലിൽ കിടന്നു എന്ന്. അത് കേട്ട് പെട്ടെന്ന് പ്രതാപൻ ഒന്ന് പരിങ്ങലോടെ നിൽക്കുന്നു. അപ്പൊ ഉത്തരം ഉണ്ടാവില്ല. അത് ആന്റിയുടെ മിടുക്കുകൊണ്ടാ സംഭവിച്ചെങ്കിൽ അതിന് ശിക്ഷയും ഉണ്ടായില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? അവൾക്കെതിരെ തെളിവുകളുണ്ട്, പക്ഷേ ശിക്ഷയില്ല. ആന്റി അല്ല ജയിച്ചത്, അവളാ ജയിച്ചത്. ആന്റി ഇനി അവളുടെ കയ്യിൽ നിന്ന് അടവുകൾ പഠിക്കേ. അതൊക്കെ കേട്ട് പ്രഭാവതി പറയുന്നു, അവള് രക്ഷപ്പെട്ടതേ അവളുടെ മിടുക്കുകൊണ്ടല്ല, വിശാല് പോയി ഇറക്കിക്കൊണ്ട് വന്നതല്ലേ. ജാസ്മിൻ പറയുന്നു, പാർവതി ലോക്കപ്പിലാണെന്ന് അറിഞ്ഞപ്പോഴേ ഹോസ്പിറ്റലാണെന്ന് പോലും മറന്നിട്ട് അവൻ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയില്ലേ, അത് അവളുടെ മിടുക്കല്ലേ ആന്റി? മോളെ, അത് എന്നൊക്കെ പറഞ്ഞ് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് പ്രഭാവതി. ജാസ്മിൻ പറയുന്നു, അയ്യോ, ഞാൻ ആന്റിയെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മൾ എല്ലാവരും നന്നായി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെ ഒരു പിഴവ് പറ്റി, അത് കണ്ടുപിടിച്ച് തിരുത്തിയത് മതി ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരുടെ സംസാരം രാധിക കേൾക്കുന്നുണ്ട്. എന്താ എല്ലാവരും കൂടി ഒറ്റയ്ക്കൊരു ചർച്ച? പാർവതി തന്നെയായിരിക്കും ചർച്ചാ വിഷയം.
അതോ ഇനി അടുത്ത കല്യാണത്തിന് മുഹൂർത്തം കുറിക്കലാണോ എന്നൊക്കെ രാധിക ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് രാധിക അവിടെ നിന്ന് പോയി. ശേഷം കാണിക്കുന്നത് പല്ലവിയുടെ കൂട്ടുകാരിയായ സ്മിത അവിടെ ഇരുന്ന് പൂ കെട്ടുകയാണ്. പല്ലവി അവിടേക്ക് വന്നിട്ട് പറയുന്നു, അമ്മയുടെ ക്യാഷ് കൊടുക്കാൻ ചെന്നിട്ട് 50 രൂപ ഞാൻ അടിച്ചു മാറ്റി. അതിന് 40 രൂപയ്ക്ക് ഞാൻ ഫോൺ ചാർജ് ചെയ്ത് തന്നു. 10 രൂപയ്ക്ക് ചോക്ലേറ്റും വാങ്ങി. ഇനി ഫോൺ ഇങ്ങ് തന്നെ വിപിൻ സാറിനെ ഒന്നുകൂടി വിളിക്കട്ടെ. കുറച്ചു സമയം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സ്മിത ഫോൺ പല്ലവിക്ക് കൊടുക്കുന്നു. 40 രൂപ തീരുന്നത് വരെ സംസാരിക്കാമല്ലോ എന്ന് പല്ലവിയും പറയുന്നുണ്ട്. നീ ഇതും തിന്നോണ്ട് ഇവിടെ ഇരുന്നോ, ഞാൻ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കരുത്. എനിക്ക് വിപിൻ സാറിനോട് കുറെ സ്വകാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ചോക്ലേറ്റ് കൂട്ടുകാരിക്ക് കൊടുത്തിട്ട് അല്പം മാറി നിൽക്കുകയാണ് പല്ലവി. പല്ലവിയുടെ ഓരോ കോള് വരുമ്പോഴും ദേഷ്യത്തോടെയാണ് വിപിൻ ഫോൺ എടുക്കുന്നത്. ഇവളിനി എന്നെയും കൊണ്ടേ പോവെന്നാ തോന്നുന്നത്. ഇങ്ങനെയുണ്ടോ ഒരു ശല്യം? എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടേയിരിക്കും എന്ന് വിപിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒടുവിൽ ഫോൺ എടുത്തു. എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി ഇഷ്ടമുണ്ടായിട്ടേ എന്ന് പറയുന്നുണ്ട്. അല്ല, ഇഷ്ടക്കേടുണ്ടായോ? ഞാൻ വിളിക്കുന്നത് ഇഷ്ടമാവുന്നില്ലേ? ഞാൻ ചേച്ചിയുടെ വിവരം അറിയാനാ വിളിച്ചത് എന്നും പല്ലവി ചോദിക്കുന്നുണ്ട്. വിപിൻ പറയുന്നു, പേടിക്കാനൊന്നുമില്ല. പാർവതി തിരികെ എത്തി. വിശാലേട്ടനാണോ പാർവതിയെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പല്ലവി ചോദിച്ചപ്പോൾ അതെ എന്ന് വിപിനും. വലിയ പൈസക്കാരനാണെങ്കിൽ പോലീസ് ആരെയും വെറുതെ വിടും അല്ലേ എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, പൈസക്കാരെ പറഞ്ഞെന്ന് വിചാരിച്ച് പോലീസ് ആരെയും വെറുതെ വിടില്ല. പാർവതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായതുകൊണ്ടാണ് പാർവതിയെ വെറുതെ വിട്ടത്. പല്ലവി പറയുന്നു, അതൊന്നും അല്ല, ചേച്ചിയുടെ ഭർത്താവ് പൈസക്കാരനായതുകൊണ്ടാ. എനിക്കും ഒരു പൈസക്കാരനെ കിട്ടണം. അതിനുവേണ്ടിയാ ഞാൻ എപ്പോഴും വിളിക്കുന്നത് എന്ന് പതിയെ പറയുകയാണ് പല്ലവി. എന്താ പറഞ്ഞത് കേട്ടില്ലെന്ന് വിപിൻ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല. വിപിൻ സാറേ, എനിക്ക് സാറിന്റെ ഒരു ഫോട്ടോ വേണം. ഈ ഫോണിലേക്ക് ഇട്ടാൽ മതി എന്ന് പല്ലവി പറഞ്ഞപ്പോൾ നിനക്ക് എന്തിനാ എന്റെ ഫോട്ടോ എന്ന് വിപിൻ ചോദിക്കുന്നു. പല്ലവി പറയുന്നു, ക്ഷേത്രത്തിൽ ഉത്സവം വരുമല്ലേ, വലിയ വലിയ ആൾക്കാരുടെ ഫോട്ടോകള് ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കും എല്ലാവരും. വിപിൻ സാറിന്റെ ഫോട്ടോ വെച്ച് ഞാനും ഒരു ഫ്ലെക്സ് അടിക്കും. ഫോട്ടോ അയച്ച് തരണേ വിപിൻ സാറേ. ദേഷ്യത്തോടെ വിപിൻ പറയുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ കരുതുന്നത് പോലെ ഞാൻ വലിയ പണക്കാരനൊന്നും അല്ല. എനിക്ക് വിപിൻ സാറ് വലിയ ആളാണ്. ഇപ്പൊ തന്നെ ഫോട്ടോ അയക്കുന്ന പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, എനിക്ക് അയക്കാൻ പറ്റില്ല, സമയം കിട്ടുമ്പോൾ അയക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. കൂട്ടുകാരിക്ക് ഫോൺ തിരികെ കൊടുത്തിരിക്കുകയാണ് പല്ലവി. ഇതാ നിന്റെ തല്ലിപ്പൊളി ഫോൺ എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ ഫോൺ തല്ലിപ്പൊളിയാണല്ലേ, ഇനി എന്റെ ഫോണും ചോദിച്ചോണ്ട് വാ എന്നെ കൂട്ടുകാരിയും പറയുന്നു. അങ്ങനെയല്ലെങ്കിലേ നീ തരില്ലെങ്കിലേ എന്റെ ചോക്ലേറ്റ് തിരിച്ചതാ എന്ന് പറഞ്ഞ് കൂട്ടുകാരിയുടെ കയ്യിൽ നിന്നും ചോക്ലേറ്റ് തിരികെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് പല്ലവി. ശേഷം കാണിക്കുന്നത് ഗോപിനാഥിന്റെ അരികിൽ തലയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ അരികിൽ തന്നെ ഇരിക്കുകയാണ് പാർവതി. ചുറ്റും വിജയമ്മയും വിശാലും ഗാർഗിയും രാധികയും ഒക്കെയുണ്ട്. ഗാർഗി പറയുന്നു, അച്ഛൻ പാർവതി അന്വേഷിച്ചത് വെറുതെ ഒന്നുമല്ല. അച്ഛന്റെ മുഖം കണ്ടില്ലേ? അച്ഛന് പാർവതിയോട് എന്തോ പറയാനുണ്ട്. പ്രഭാവതിയും പ്രതാപനും അവിടേക്ക് എത്തി. ഗോപിയേട്ടൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം എന്ന് രാധിക പറയുന്നു. ഗോപിയേട്ടന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. അത് എന്നോട് പറഞ്ഞിട്ടാണ് ഗോപിയേട്ടൻ ഗായത്രി ചേച്ചിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് പോയത്. എന്റെ മോന്റെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് വിജയമ്മ. ഗോപിയുടെ മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവരും കൂടി അത് നടത്തി കൊടുക്കണം. പിന്നെ ആകാംക്ഷയോടെ ഗാർഗി രാധികയോട് അച്ഛന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു. അത് പാർവതിയെ ഗായത്രി ചേച്ചിയുടെ വേഷത്തിൽ ഒന്ന് കാണണമെന്ന്. അത് കേട്ടപ്പോൾ പ്രഭാവതിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഒപ്പം ജാസ്മിനും. വിജയമ്മ സന്തോഷത്തോടെ ചോദിക്കുന്നു, പാർവതിയെ ഗായത്രിയുടെ വേഷത്തിൽ കാണണമെന്നോ? അതേ അമ്മേ, ഗായത്രി ചേച്ചിയുടെ മുറിയിൽ ഇപ്പോഴും ഉണ്ട് പുത്തം മണം മാറാത്ത കുറെ സാരികൾ. അത് മുഴുവനും വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടി ഗായത്രി ചേച്ചി സൂക്ഷിച്ചു വെച്ചതാണെന്നാ ഗോപിയേട്ടൻ പറഞ്ഞത്. സാരികൾ മാത്രമല്ല, ഗായത്രി ചേച്ചിയുടെ ഓർണമെന്റ്സും ഉണ്ട്. പ്രതാപൻ പറയുന്നു, ഗായത്രി ചേച്ചി മരിക്കുമ്പോൾ വിശാൽ സ്കൂളിൽ പഠിക്കുവാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് വേണ്ടിയിട്ടാണോ ഗായത്രി ചേച്ചി സാരിയും ഓർണമെന്റ്സും സൂക്ഷിച്ചു വെച്ചത്? കള്ളം പറയുമ്പോൾ കേൾക്കുന്നവരും മണ്ടന്മാരല്ല എന്നും കൂടി ആലോചിക്കണം രാധികെ. രാധിക പറയുന്നു, ഞാൻ ഗോപിയേട്ടന്റെ മുന്നിൽ വെച്ചാ പറയുന്നത്. ഗോപിയേട്ടനെ മിണ്ടാൻ പറ്റില്ല എന്നേ ഉള്ളൂ, കേൾവിക്ക് ഒരു കുറവുമില്ല. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഗോപിയേട്ടന്റെ മുഖം നോക്കിയാൽ മനസ്സിലാവുമല്ലോ. വിജയമ്മ പറയുന്നു, രാധിക കള്ളം പറയുവാണെങ്കിൽ ഗോപിയുടെ മനസ്സ് ചുളിയില്ലേ? രാധിക പറഞ്ഞത് സത്യം തന്നെയാണ്. വിശാലിനെ വിവാഹപ്രായം എത്തുമ്പോൾ താൻ ജീവിച്ചിരിക്കില്ല എന്ന് ഗായത്രിക്ക് നേരത്തെ തോന്നിക്കാണും. ഗാർഗി പറയുന്നു, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഈ അങ്കിളിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ചെറിയമ്മേ. മകന്റെ ഭാര്യ മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ ഇടണമെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഒരു തരത്തിലും അങ്കിളിനെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്കിള് പറയുന്നതിനൊന്നും ചെറിയമ്മ മറുപടി പറയാൻ നിൽക്കേണ്ട. അത് കേട്ട് പ്രതാപൻ പറയുന്നു, ആയിക്കോട്ടെ, എന്നോട് മറുപടി പറയണ്ട.
ഞാൻ ചോദിക്കാനും പോകുന്നില്ല. പക്ഷേ എനിക്ക് പറയാൻ അവകാശമില്ലെങ്കിൽ എനിക്ക് എന്റെ ചേച്ചിക്ക് പറയാൻ അവകാശമുണ്ടല്ലോ. എന്റെ ചേച്ചിയോട് മറുപടി പറഞ്ഞാൽ മതി. പറ ചേച്ചി, ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് അവരോട് പറ. രാധിക പറയുന്നു, ദേ പ്രതാപ, അങ്ങനെ നീ പറയിപ്പിക്കുകയൊന്നും വേണ്ട. ഗോപിയേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പ്രഭാവതിക്കും അധികാരമില്ല. അങ്ങനെ പറയാൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അവകാശം, പാർവതിക്ക് തന്നെ. ഗാർഗി പറയുന്നു, അത് ശരിയാണ്, ഗായത്രി അമ്മയെ പോലെ ഒരുങ്ങി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പാർവതിക്ക് പറയാം. പക്ഷേ പാർവതി ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം വയ്യാതെ കിടക്കുന്ന മനുഷ്യനോട് നിങ്ങളൊക്കെ മനസാക്ഷിയില്ലാണ്ട് പെരുമാറും. പാർവതിക്ക് അതിന് കഴിയില്ല. രാധിക പാർവതിയോട് പറയുന്നു, മോളെ, ഗായത്രി ചേച്ചിയുടെ സാരി എടുത്ത് ഗായത്രി ചേച്ചിയുടെ ഓർണമെന്റ്സും എടുത്ത് മോൾ ഗോപിയേട്ടന്റെ മുന്നിലേക്ക് ഒന്ന് വന്ന് നിൽക്കി. ഗോപിയേട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. വിജയമ്മ പറയുന്നു, ഗായത്രി ജീവിച്ചിരുന്നപ്പോ ഇതൊരു വീടായിരുന്നു. ഇപ്പോ മനസമാധാനമില്ലാതെ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു. ഇത് പഴയതുപോലെ ആയി കാണാൻ ഗോപി ആഗ്രഹിക്കുന്നുണ്ടാകും. പെട്ടെന്ന് ഗോപിനാഥിന്റെ കണ്ണു നിറഞ്ഞപ്പോൾ വിശാൽ കണ്ണുനീരെ തുടച്ചു കൊടുത്തിട്ട് സ്നേഹത്തോടെ അച്ഛന്റെ അടുത്തിരിക്കുകയാണ് വിശാൽ. അച്ഛന്റെ ആഗ്രഹത്തിന് ഇവിടെ ആരും എതിര് നിൽക്കണ്ട. അമ്മയുടെ വേഷത്തിൽ പാർവതിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് സാധിച്ചു കൊടുക്കും. വിശാൽ അങ്ങനെ എല്ലാവരോടും പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഒന്നും മറുപടി പറയാനാകാതെ നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും ജതിനും പ്രതാപനും ഒക്കെ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.